പറക്കമുറ്റാത്ത പ്രായത്തിൽ അച്ഛനെ നഷ്ടപ്പെട്ട പെൺകുട്ടികൾ, പിന്നീട് മക്കളെ വളർത്താൻ ശേഷിയില്ലാതെ അവരെ അനാഥാലയത്തിൽ ഉപേക്ഷിച്ച അമ്മ. കൊച്ചി സ്വദേശിനികളായ 2 പെൺകുട്ടികളും ചെറുപ്പം മുതൽ അനുഭവിക്കാത്ത വേദനകളില്ല. പിന്നീട് എറണാകുളം CWCയിൽ നിന്ന് കണ്ണൂർ കൂത്തുപറമ്പ് സ്വദേശികൾ ദത്തെടുത്തപ്പോൾ നല്ലൊരു ഭാവി ആ പെൺകുട്ടികൾ സ്വപ്നം കണ്ടതാണ്. എന്നാൽ അഭയം നൽകിയവർ തന്നെ 14കാരിയുടെയും അനുജത്തിയുടെയും ജീവിതം പിച്ചി ചീന്തുന്നു. കൂത്തുപറമ്പിലെ വീട്ടിൽ കൊടിയ പീഡനമാണ് അവർ നേരിട്ടത്. ദത്തെടുത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ പ്രതി ശശികുമാറിന് കോടതി 44 വർഷം തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നു. പീഡനത്തിന് ഒത്താശ ചെയ്ത ഇയാളുടെ ഭാര്യ രത്നകുമാരിയെ തെളിവുകളുടെ അഭാവത്തിൽ വെറുതെ വിട്ടു. എറണാകുളം CWCയുടെ സംരക്ഷണയിൽ കഴിഞ്ഞു വന്നിരുന്ന 14 വയസ്സുള്ള അതിജീവിതയെ ശശികുമാറും ഭാര്യ രത്നകുമാരിയും 2016-ലാണ് ദത്തെടുത്തത്. പിന്നീട് ഇവരുടെ വീട്ടിൽ കുട്ടിയെ കഠിനമായ ജോലികൾ ചെയ്യിച്ചും വീട്ടിൽ പൂട്ടിയിട്ടും ക്രൂരമായി ഉപദ്രവിച്ചു. ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നും കേസുണ്ട്. ശശികുമാർ 3 ദിവസത്തോളം രാത്രി മുറിയിൽ കയറി പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തെന്നാണ് പരാതി. തുടർന്ന് ഗർഭിണിയായ കുട്ടിയെ ഇയാളുടെ നിർദ്ദേശപ്രകാരം ഭാര്യ തലശ്ശേരിയിലെ ആശുപത്രിയിൽ കൊണ്ടുപോയി പരിശോധന നടത്തി. ഗർഭം അലസിപ്പിക്കാൻ വിശ്രമം നൽകാതെ കഠിനമായ ജോലികൾ ചെയ്യിക്കുകയും വെട്ടുകല്ലെടുത്ത് വയറ്റിൽ വയ്ക്കുകയും ചെയ്തു. അങ്ങനെ അതിക്രൂരമായാണ് ഗർഭം അലസിപ്പിച്ചത്. കുറ്റകൃത്യത്തിൽ നിന്നും രക്ഷപ്പെടാനായി പ്രതികൾ തെളിവുകൾ നശിപ്പിക്കുകയും ചെയ്തു. പീഡനത്തെക്കുറിച്ച് പുറത്തു പറഞ്ഞാൽ കൊല്ലുമെന്ന് പ്രതിയും ഭാര്യയും ഭീഷണിപ്പെടുത്തിയിരുന്നു. പിന്നീട് സഹോദരിയോടാണ് പെൺകുട്ടി പീഡന വിവരം തുറന്നു പറഞ്ഞത്. സഹോദരിക്കും പ്രതിയിൽ നിന്ന് പീഡനമേൽക്കേണ്ടി വന്നിരുന്നു. സംഭവത്തിന് ശേഷം മാനസികമായി തകർന്ന ഈ പെൺകുട്ടി കൗൺസിലിംഗിലാണ് കാര്യങ്ങൾ വെളിപ്പെടുത്തിയത്. പോലീസ് കേസെടുത്ത് 2ാം ദിവസം തന്നെ പ്രതികളെ അറസ്റ്റ് ചെയ്തിരുന്നു. മട്ടന്നൂർ, കൂത്തുപറമ്പ്, തലശ്ശേരി എന്നിവിടങ്ങളിലെ വിവിധ ആശുപത്രികളിലെ 2016 മുതലുള്ള രേഖകൾ കേസിൽ നിർണായകമായി. ഡോക്ടർമാരുടെയും ആശുപത്രി ജീവനക്കാരുടെയും ഉൾപ്പെടെയുള്ള മൊഴികളാണ് പ്രതികൾക്ക് തിരിച്ചടിയായത്. 60 ദിവസങ്ങൾക്കുള്ളിലാണ് പോലീസ് കുറ്റപത്രം സമർപ്പിച്ചത്. കേസിൽ 1-ാം പ്രതി ശശികുമാറിന് വിവിധ വകുപ്പുകളിലായി 44 വർഷം കഠിന തടവാണ് ശിക്ഷ. പ്രതി 1,04,000 രൂപ പിഴയടയ്ക്കണമെന്നാണ് തലശ്ശേരി പോക്സോ കോടതിയുടെ വിധി. 2 പോക്സോ കേസുകളിലായാണ് ശിക്ഷ. 2-ാം പ്രതി രത്നകുമാരിയെ തെളിവുകളുടെ അഭാവത്തിൽ വെറുതെ വിട്ടു. ന്യൂസ് 18 കണ്ണൂർ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.